പാറ്റകളുടെ സമരത്തിന്റെ കാറ്റഴിച്ചു വിട്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച മാറ്റങ്ങൾ അത് ചെറുതല്ല, അത് വലുതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പാറ്റകൾ പോലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ പ്രതിപക്ഷം പോലും പ്രതീക്ഷിക്കാത്ത വലിയ തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതോടുകൂടി തന്നെ നിരാഹാര സമരം കിടന്ന വ്യക്തി നിരാഹാരം അവസാനിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. JP നദ്ദയുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു കപ്പ് ചായയോ ജ്യൂസോ വാങ്ങിക്കുടിച്ച് ആ ഒരു സന്തോഷം മുഖത്ത് കാണുന്ന തരത്തിലോട്ട് വരെ ഈ കാഴ്ചയിൽ നിന്നും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലൂടെ എന്താണ് മനസ്സിലായത്? സമരത്തിന്റെ എല്ലാ വീര്യവും ഇപ്പോൾ കെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അഭിജിത്ത് സമരം നിർത്തത്തില്ല, വീണ്ടും തുടരും എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സമരം എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സമ്പൂർണ്ണമായി തണുത്ത് ഒരു പരുവക്കേടിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന തോതിൽ തന്നെ ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ എപ്പോൾ ഈ സമരത്തിൽ കാലെടുത്ത് വച്ചോ അപ്പോൾ ഈ സമരത്തിന്റെ എല്ലാ രീതിയിലുമുള്ള വീര്യം കെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിപ്പോൾ തുടരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായി മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നിരാഹാര സമരം നിർത്തിയതിന് പിന്നാലെ ഇദ്ദേഹത്തിനെതിരെയും കുറേ പേര് ആ ഒരു തരത്തിൽ വരുന്നുണ്ട്. അതായത് സ്റ്റുഡൻസിനെ ചതിച്ചു, അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇദ്ദേഹം പട്ടിണി കിടന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണമെന്നായിരുന്നു പലരുടെയും ചിന്താഗതി, അത് വെച്ച് മുതലെടുക്കണമെന്നായിരുന്നു പലരുടെയും ചിന്താഗതി. അതിന് സാധിച്ചില്ല. അതിന്റെ കരച്ചിൽ പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ പലരുടെയും കരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പലരുടെയും അടപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സർജിക്കൽ മൂവ്മെന്റ്, അതോടൊപ്പം തന്നെ സമരം എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സമരത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് മറ്റു പല നീക്കങ്ങളും മറ്റു പല ഗൂഢലക്ഷ്യങ്ങളും നടത്താനിരുന്ന പലരെയും കുടുക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ കുടുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ നീക്കങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതോടൊപ്പം തന്നെ അതിന് വേണ്ടപ്പെട്ടവർ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുങ്ങേണ്ടവർ കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന തോതിൽ പ്രതിപക്ഷത്തിന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ പറയുന്ന മോദിയുടെ ഇപ്പോഴത്തെ നീക്കം എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് ഇങ്ങ് കേരളത്തിൽ ഇവിടെ കുറേ പേര്, സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന കുറേ പേര് ഇതിനെ പിന്തുണച്ചുകൊണ്ട്, അതായത് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ കേരളത്തിൽ നടക്കുന്ന സമരം, ഈ പറയുന്നത് PSC പാവപ്പെട്ടവർ അവിടെ നടത്തുന്ന സമരത്തെയൊക്കെ തന്നെ ഏതർത്ഥത്തിൽ പിന്തുണച്ചു, ഏത് തരത്തിൽ ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ഇടാൻ പോലും തയ്യാറായി എന്നുള്ളത് ഒരു വലിയ ചോദ്യം. അപ്പോഴൊക്കെ അവർ ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ഉറക്കം നടിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവർ തട്ടി ഉണർത്തിയത്, ഇപ്പോഴാണ് അവർ ഉണർന്നത്. പരമ കഷ്ടം. ഈ പറയുന്ന സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന കുറെ എണ്ണം ഇവരെ ഓർത്ത് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഈ നാട്ടിൽ എന്ത് തരത്തിലുള്ള മാങ്ങാത്തൊലിയാണ് ചെയ്യുന്നത് എന്ന് ഓർത്തു പോകുന്ന തരത്തിലുള്ള കാര്യമായി പോയി. കാരണം സ്വന്തം തലയ്ക്ക് മീതെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് കണ്ടുകൂടാ, അവർക്ക് അല്ലെങ്കിൽ അതൊന്നും തന്നെ കാണാനായിട്ടുള്ള കാഴ്ചശക്തിയില്ല. എന്നാൽ അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന കാര്യത്തിൽ ഇടപെടാനായിട്ടും അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന കാര്യത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ടും ഭയങ്കരമായിട്ട് ചാടിത്തുള്ളി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എന്താണ് മനസ്സിലായത്? ഡബിൾ സ്റ്റാൻഡ് രീതിയിലുള്ള ഈ കേരളത്തിലുള്ള ചില സെലിബ്രിറ്റികൾ എന്ന് എടുത്തു പറയുന്നത്. ഇതിൽ നിന്ന് വേറിട്ടൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടതെന്ന് പറയും. അതായത് പേളി മാണി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ആരെയും പിന്താങ്ങിയോ ആരെയും ഈ പറയുന്നതിന് സപ്പോർട്ട് ചെയ്തോ ഒന്നുമല്ല. പുള്ളിക്കാരത്തിയുടെ നിലപാട് വളരെ കൃത്യമായിട്ടും വ്യക്തമാക്കി പറഞ്ഞു. പക്ഷേ അതിൽ കുരുപൊട്ടിയിട്ട് ചിലരൊക്കെ തന്നെ, അതായത് ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ടോ പ്രതികൂലിച്ചുകൊണ്ടോ ഒന്നുമല്ല പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന്. അതേസമയം തന്നെ പുള്ളി ഈ പറയുന്ന രീതിയിൽ എന്തോ BJP ഒക്കെ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക സംഖ്യ അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല പുള്ളി പോസ്റ്റ് ഇട്ടത്. ഒരു കറക്റ്റായിട്ടുള്ള, അതായത് ഈ ഒരു സമരം കറക്റ്റായിട്ട് നിരീക്ഷിച്ചു കൊണ്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന പേളി അതിൽ എഴുതി ചേർത്ത കാര്യം എന്ന് പറയുന്നത്. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുരുപൊട്ടിയിട്ട്, അതായത് ഇവർ വിചാരിച്ച കണക്കുള്ള ഒരു പോസ്റ്റല്ല പേളിയുടെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് കുരുപൊട്ടിയിട്ട് കുറേ എണ്ണം പേളിക്കെതിരെ തീരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് മറിച്ചത് അവൾ സംഖ്യയാണ്, അവൾ അതാണ്, അവൾ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി, അവൾ അത് ഇത് മറ്റതെന്ന് പറഞ്ഞുകൊണ്ട് സൈബർ അറ്റാക്ക് അങ്ങ് തുടങ്ങി. ഇപ്പോൾ എന്താ പറയുക, പേളി സംഖ്യയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ടോട്ടലി പേളി ഇപ്പോൾ സംഖ്യയായി മാറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പേളിയിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പേളി മാണി, എൻ്റെ ഇഷ്ടനിറം കാവി, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു ചാനൽ ഇട്ടേക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ ഞാൻ കാര്യം പറയട്ടെ, ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യത്തിൽ നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത്, അത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂല ഘടകമല്ലെങ്കിൽ അതിനെ ഈ പറയുന്ന രീതിയിൽ എന്തും അങ്ങ് പറയാമെന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ സംഘികൾക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ബാക്കി ഉള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവരെ പൊക്കി അടിക്കാം. അപ്പോൾ രഞ്ജിനി ഹരിദാസ് പല രീതിയിൽ പലതും പറഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിനി ഹരിദാസിനെയൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് നടക്കുന്നേ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പേളി മാണി പറഞ്ഞത് അവരുടെ സ്വന്തം അഭിപ്രായമാണ്, അവരുടെ താല്പര്യപ്രകാരം അവർക്ക് എന്താണോ ഈ വിഷയത്തിൽ തോന്നിയത് അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതിൽ കയറി തലയിടാനായിട്ടും അതിൽ കയറി അവരെ അങ്ങേയറ്റം വിമർശിച്ച് കുറ്റം പറയാനായിട്ടും നിനക്കൊക്കെ എന്തിൻ്റെ കടപ്പാടാ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരത് പറയും.
അങ്ങനെ ഒരു രാജ്യത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കയറിയിട്ട് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു കാര്യം വരുമ്പോഴത്തേക്കും അവരെ കയറി വേണ്ടാത്ത രീതിയിൽ പറയാൻ, അവരെ സംഖ്യയാക്കാനും അവരെ മറ്റതാക്കാനും മറിച്ചതാക്കാനും പറയാനായിട്ട് നിനക്കൊക്കെ എന്തിൻ്റെ കുത്തിക്കഴപ്പാണ്? അല്ല ഞാൻ ചോദിക്കട്ടെ, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ വൺ സൈഡ് ഒരു ഇതാണ് മനസ്സിലായി, ഇരട്ടത്താപ്പ് എന്ന് പറയും. കാരണം ഒരു സൈഡ് സപ്പോർട്ട്, അവർക്ക് അനുകൂല ഘടകമായിട്ട് ഒരാൾ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പൊക്കിയടിക്കാം. എന്നാൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ വേറിട്ട് നിന്നുകൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവർ സംഖ്യയാണ്, അവർ മറ്റതാണ് മറിച്ചതാണ്. ഇതാണ് പറയുന്നത് ഇവിടുത്തെ ഇരട്ടത്താപ്പ് രീതികൾ. അതാണ് ഇവിടുത്തെ സെലിബ്രിറ്റികളുടെ ഭാഗത്ത് നിന്നും അതോടൊപ്പം തന്നെ ചില ഈ പറയുന്ന സമരത്തെ താങ്ങുന്നവർക്കും ഉള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് പേളിയുടെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും കുരുപൊട്ടുന്നവർ കുരുപൊട്ടിക്കൊണ്ടിരിക്കും. അഭിപ്രായം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് അവർക്ക് ഇഷ്ടമുള്ളത് പറയാനായിട്ട് ആരെ അനുകൂലിക്കണം ആരെ പ്രതികൂലിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവരങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അവരെ മറ്റതാക്കാനും മറിച്ചതാക്കാനും ഇവിടെ ഒരാൾക്കും ഒരു അവകാശവും ഇല്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സമരം ഇപ്പോൾ ഗുദാവഹ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇവിടെ നിന്ന് വലിയ തോതിൽ സ്വപ്നമൊക്കെ കണ്ട് വണ്ടി കയറിയ കുറേ പേര് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തോ അങ്ങ് മലമറിച്ച് കളയാം, ഇവിടെ ഇപ്പോൾ എന്തോ ഇതിന്റെ പേരിൽ കുറേയധികം അജണ്ടകൾ നടപ്പാക്കിയിട്ട് അങ്ങ് എന്താ പറയുക സർക്കാരിനെ അങ്ങ് മറിച്ചങ്ങ് കളയാം, മറ്റതാക്കാം മറിച്ചതാക്കാം, മറ്റേ സ്ഥലത്ത് അതാക്കാം മറ്റേ സ്ഥലത്ത് ഇതാക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന കുറേ അധികത്തിന്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ വിഫലമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും പലതരത്തിലുള്ള കരച്ചിലുകൾ പലതരത്തിലുമുള്ള സങ്കടങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളവർ മാറിയിരുന്ന് കരയുക, മാറിയിരുന്ന് മോങ്ങുക, അത്രമാത്രമേ പറയാവൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു വിഷയത്തോടു കൂടി തന്നെ നരേന്ദ്രമോദിയുടെ മൈലേജ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഉറപ്പെന്ന് പറയുന്നത്. ഞാൻ അടിവരയിട്ട് പറയുന്നു, വരുന്ന 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷവും അതോടൊപ്പം തന്നെ BJPക്ക് ലഭിക്കാൻ പോകുന്ന ഭൂരിപക്ഷവും നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് തക്കവണ്ണമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രതിപക്ഷവും പാറ്റകളും ചേർന്നുകൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്ന് പറയുന്നത്.